ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 8:45 കൂടിയാണ്. 8 ദിവസമായി. ഇപ്പോഴും അർജുൻ എവിടെ, അർജുന്റെ ലോറി എവിടെ? ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും ഒരു അന്വേഷണവും ഒരിടത്തും കൊണ്ടുചെന്ന് എത്തിച്ചിട്ടില്ല. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ ലോറി അടക്കം കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് നടക്കുന്നത് ഗംഗാവലി പുഴയിലാണ്. കഴിഞ്ഞ ദിവസം റോഡിന്റെ 2 കരകളിലെയും മണ്ണ് നീക്കം ചെയ്തിരുന്നു. ഇന്നും കുറച്ചുകൂടി മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട് അവിടെ നിന്ന്. അതോടൊപ്പമാണ് ഗംഗാവലി പുഴയിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. കരയിൽ നിന്ന് മാറി 40 മീറ്റർ അകലെ പുഴയിൽ സിഗ്നൽ കിട്ടിയ സ്ഥലത്തും നാവികസേന തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകരുടെ ദൃശ്യങ്ങളാണ്. നേവിയും അതുപോലെ തന്നെ NDRF സംഘവുമാണ് ഇന്ന് ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ മൃതദേഹം ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഹന്ന ഹനുമന്തപ്പ എന്ന സ്ത്രീയുടേതെന്നാണ് സംശയിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അല്പസമയത്തിനകം വരികയും ചെയ്യും. പുഴയുടെ മറുകരയിൽ വെള്ളമുയർന്നപ്പോഴായിരുന്നു ഇവരെ കാണാതായത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ KV ബൈജു ചേരുകയാണ്. ബൈജു ഉള്ളത് ഷിരൂരിലാണ്. ബൈജു, ഇന്ന് ഈ പ്രദേശത്ത് ഏത് രീതിയിലുള്ള തിരച്ചിലാണ് നടക്കുന്നത്? എന്തായാലും റോഡിലെ മണ്ണും നീക്കം ചെയ്യുന്നത് ഏതാണ്ട് ഇന്നലെ പൂർണ്ണമായിരുന്നു. എങ്കിലും കുറച്ച് മണ്ണ് കൂടി കരയും പുഴയും കൂടി ചേരുന്ന ഭാഗത്ത് നിന്ന് മാറ്റേണ്ടതുണ്ട്. അതോടൊപ്പം ഗംഗാവലി പുഴയിലെ തെരച്ചിൽ ഇപ്പോൾ ഏതുവരെ എത്തി? എവിടെ നിന്നെങ്കിലും സിഗ്നൽ കിട്ടിയതായ വിവരമുണ്ടോ? മഴ പെയ്യുകയാണല്ലോ ഇപ്പോൾ. മഞ്ജുഷേ, പ്രദേശത്ത് ഇപ്പോൾ ശക്തമായ കാറ്റും മഴയുമാണ്. അല്പസമയം മുമ്പ് വരെ അതിശക്തമായ കാറ്റ്. ഏതായാലും രക്ഷാപ്രവർത്തനത്തെ ഇതൊന്നും ബാധിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട്. നാവിക സേനയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പ്രത്യേകിച്ച് പുഴയിലാണ് ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ. കാരണം കരസേന ഈ കരയിൽ ലോറി ഇല്ല എന്നൊരു സ്ഥിരീകരണം ഇന്നലെ നൽകിയതോടുകൂടി ഈ പുഴയിലുള്ള തെരച്ചിലാണ് ഊർജിതമാക്കിയത്. എന്തായാലും ഉടൻ തന്നെ അർജുനെയും ആ ലോറിയും കണ്ടെത്താൻ കഴിയും. ഒപ്പം ഇവിടുത്തെ പ്രദേശവാസികളെ 2 പേരെയും കൂടി കണ്ടെത്താനുണ്ട്. അവരെയും കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷാദൌത്യ സംഘമുള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കാണാതായ ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടിയത്. അത്തരത്തിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് ഈ മൃതദേഹം കിട്ടിയത്. ഇത് DNA പരിശോധന നടത്തുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ഏതായാലും അർജുനെ കണ്ടെത്താനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവിടെ കാലാവസ്ഥ വളരെ പ്രതികൂലമെന്ന് പറയേണ്ടി വരും. ഒരു പക്ഷേ അത്ര ശക്തമായ മഴ, പല സമയങ്ങളിലും കാലാവസ്ഥ മാറി മാറി വരുന്ന ഒരു സാഹചര്യം. ഒരു ഘട്ടത്തിൽ വെയിലാണെങ്കിൽ തൊട്ട് പിന്നീട് വലിയ ശക്തമായ മഴ വരുന്ന ഒരു കാലാവസ്ഥ. ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏകോപനമില്ല എന്നൊരു വലിയ പരാതി കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ കേരളത്തിൽ നിന്നുൾപ്പെടെ എത്തിയ ഈ ദൗത്യ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയവരെല്ലാം തന്നെ ഇവിടെ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ശിരൂരിന് തൊട്ട് അടുത്തുള്ള 2 കിലോമീറ്റർ ഇപ്പുറം പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് ഇവിടെ ഇത്തരത്തിൽ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും അർജുൻ എവിടെ എന്ന ചോദ്യം 8ാം നാൾ തുടരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ദുഃഖകരം. അവസാനമായി ഒരു നോക്ക് അർജുനെ കാണാൻ പറ്റുമോ എന്ന ഒരു ചോദ്യമാണ് ബന്ധുക്കളും ഒപ്പം ഈ സുഹൃത്തുക്കളും ഒക്കെ ചോദിക്കുന്നത്. കൂടുതൽ ആൾക്കാർ കേരളത്തിൽ നിന്നും ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇനി എത്ര സമയമെടുക്കും, അല്ലെങ്കിൽ 8ാം നാളായിട്ടും അർജുനെ കണ്ടെത്താനോ അതോ ലോറി പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വലിയ തടിക്കഷ്ടവും മരവുമായി വന്ന ഒരു ലോറിയാണ്. ആ ലോറിയുടെ ഒരു ഭാഗം പോലും കണ്ടെത്താനായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ മരങ്ങളോ ഉൾപ്പെടെ കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ നേവിയാണല്ലോ, ചെറിയ ബോട്ടുകളിലായിട്ട് ഇപ്പോൾ നേവി തെരച്ചിൽ നടത്തുന്ന ദൃശ്യം അല്പം മുമ്പ് കണ്ടിരുന്നു. ആ ദൃശ്യം ഒന്നുകൂടി കാണിക്കാൻ ആവശ്യപ്പെടുകയാണ് ബൈജു. ആ ദൃശ്യം, അതിൽ നിന്ന് വ്യക്തമാണ് ഈ തിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ടല്ലോ ഈ മണ്ണിടിച്ചിലിന് ശേഷം ഗംഗാവലി പുഴയിൽ. അതിന് സമീപത്തുകൂടി നേവി ബോട്ടിൽ കറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ കരയുടെ സമീപത്തും ഏതാണ്ട് ഈ കരയിൽ നിന്ന് ഈ മൺതിട്ട രൂപപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഒരു 30-40 മീറ്റർ അകലെയാണ്. ആ ഭാഗത്തും അതോടൊപ്പം തന്നെ റോഡും കരയും കൂടി ചേർന്ന് നിൽക്കുന്ന ആ ഭാഗത്തും ആ നേവിയുടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. അത് ഈ സിഗ്നലിന് വേണ്ടിയുള്ള തെരച്ചിലാണല്ലോ നേവി നടത്തുന്നത്. ഈ മെറ്റൽ ഡിറ്റക്ടർ പരിശോധന അവർ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെയുള്ള വിവരമനുസരിച്ച് ഒരിടത്തു നിന്നും അങ്ങനെ ഈ ലോറിയുടേത് എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള സിഗ്നൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെയല്ലേ? അതോടൊപ്പം തന്നെ മറ്റ് ലോഹഭാഗങ്ങളും പുഴയിൽ പതിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ കരയിൽ വന്ന് കണ്ടത് പോലെ അവിടെയും ഈ സിഗ്നൽ കിട്ടിയെങ്കിലും ലോറി ആയിരുന്നില്ല തെരച്ചിൽ നടത്തിയപ്പോൾ.
അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ അവിടെ നിന്നൊരു ടവർ തന്നെ താഴേക്ക് പതിച്ചിട്ടുണ്ട്. അതിൻ്റേതാകാം ചിലപ്പോൾ സിഗ്നൽ. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധ കൂടി ഉണ്ടല്ലോ. നേവി ഒരുപാട് സമയം ചെലവാക്കുന്നതായി, ഈ പരിശോധനയ്ക്ക് ചെലവാക്കുന്നതായും അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് സമയം ഇങ്ങനെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് സിഗ്നൽ ആണോ എന്ന് കണ്ടെത്തുവാനായിട്ട്. ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന്, ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്തേക്ക് കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നുവല്ലോ. അവർ എന്താണ് ഇപ്പോൾ പറയുന്നത്? അവർക്കൊരു സംതൃപ്തി ഈ തെരച്ചിലിൽ തോന്നുന്നുണ്ടോ? മനുഷ്യ, ഇതിൽ ഏറ്റവും പ്രധാനം ചെറിയ സൂചനകൾ പോലും അതിനിർണായകമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സൂചനകൾ ഒന്നും തന്നെ നേവി തള്ളിക്കളയുന്നില്ല എന്നതാണ്. ഏതെങ്കിലും തരത്തിൽ റഡാർ സിഗ്നൽ ലഭിച്ചാൽ അത് ലോറി ആണോ മറ്റു ഏതെങ്കിലും ലോഹവസ്തുക്കളാണോ എന്ന് നോക്കാതെ അവിടെ തന്നെ പരിശോധന നടത്തുക എന്ന ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അത്യാധുനിക സംവിധാനങ്ങളില്ലാതെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു കുത്തൊഴുക്കുള്ള പുഴയിൽ ഈ പരിശോധന നടത്തുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് തന്നെയാണ് ഈ ബന്ധുക്കളും ചോദിക്കുന്നത്. കേരളത്തിൽ നിന്നുൾപ്പെടെ എത്തിയ വിദഗ്ധ സംഘവും ചോദിക്കുന്നത് തന്നെയാണ്. ഏതായാലും ഈ നിലവിലുള്ള സംവിധാനങ്ങളൊന്നും ഈ തിരച്ചിലിന് പ്രായോഗികമല്ല. വലിയ തോതിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ എത്തേണ്ടതുണ്ട്. പുഴയുടെ അടിത്തട്ടിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ലോറി ഉണ്ടോ എന്ന ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. അതിന് ഇപ്പോഴുള്ള റഡാർ ഉപയോഗിച്ച് ഈ പരിശോധന നടത്തിയാൽ ഇനി ദിവസങ്ങളോളം വേണ്ടിവരും അർജുനെ കണ്ടെത്താൻ, അർജുന്റെ ലോറി കണ്ടെത്താൻ. അതല്ല വേണ്ടത്, കൃത്യമായ അത്യാധുനിക സംവിധാനങ്ങൾ തന്നെയാണ് ഒരുക്കേണ്ടത് എന്ന ആവശ്യമാണ് രാവിലെ മുതൽ തന്നെ ഉയരുന്നത്. പക്ഷേ ഇപ്പോഴും അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ കൂടിയാലോചന ഉണ്ടാകുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത്തരത്തിലൊരു കൂടിയാലോചന ബന്ധുക്കൾക്കാർക്കും വിവരം ലഭിച്ചിട്ടില്ല. കൂടിയാലോചന ഉണ്ടായ കാര്യം മാധ്യമപ്രവർത്തകർക്കും വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും കരസേനയും ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. പ്രത്യേകിച്ച് കരസേനയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് നാവികസേനയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. കാരണം കരയിലുള്ള മുഴുവൻ മണ്ണും കരസേന ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ മറ്റ് ഈ നേരത്തെ തെരച്ചിൽ നടത്തിയ സംഘങ്ങൾ ഉൾപ്പെടെ നടത്തി അതൊക്കെ നീക്കം ചെയ്തിരിക്കുന്നു. പുഴയിലാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ ഒരു മല തന്നെ ആ പുഴയിലേക്ക് പതിച്ച ഒരു സാഹചര്യമുണ്ട്. ഈ മണ്ണിനടിയിൽ ഈ ആണോ അർജുന് വണ്ടിയുമുള്ളതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല പുഴയിൽ അടിത്തട്ടിലൊക്കെ കഴിഞ്ഞ ദിവസം മുങ്ങൽ വിദഗ്ധന്മാരൊക്കെ വിദഗ്ധ സംഘം പരിശോധന നടത്തിയിരുന്നു. അടിത്തട്ടിൽ നിന്നും അത്തരത്തിലൊരു വസ്തുക്കൾ കണ്ടെത്താനായിട്ടില്ല. ലോറി, ഇത്രയും വലിയൊരു ലോറി ഏതെങ്കിലും തരത്തിൽ അടിത്തട്ടിലുണ്ടെങ്കിൽ അത് മുങ്ങൽ വിദഗ്ധർക്ക് കണ്ടെത്താൻ കഴിയുന്നേ ഉള്ളൂ. പക്ഷേ അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മൺതട്ടിയിൽ തന്നെ ഈ ലോറി ഉണ്ടാകും. വളരെ ഈ സമയത്ത് അവർ കൂടുതലായിട്ട് റോഡിൽ നിന്ന് പുഴയിലേക്ക് ആ ഇടിഞ്ഞു നിൽക്കുന്ന മൺതിട്ടയുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് അവരുടെ തെരച്ചിൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? നേരത്തെ ആ ഭാഗത്ത് ലോറി ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു സംശയം വന്നിരുന്നില്ലേ? ആദ്യം പുഴയിൽ തെരച്ചിൽ നടത്തിയതാണ്, പക്ഷെ പുഴയിൽ ഇല്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയായിരുന്നുവല്ലോ. ഇപ്പോൾ പക്ഷേ ഇപ്പോൾ കാണുന്ന മൺതിട്ടകൾ, ഈ ദൃശ്യത്തിൽ കാണുന്ന ആ റോഡിനോട് ചേർന്ന് ഇടിഞ്ഞു നിൽക്കുന്ന ആ മൺതിട്ട, ആ ഭാഗത്ത് ഇപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ റോഡിൽ നിന്ന് തെന്നി പുഴയിലേക്ക് വീഴുന്നു. അപ്പോൾ ആ പുഴയും റോഡും കൂടി ചേരുന്നു ആ കരഭാഗത്ത് തന്നെ, ആ ഭാഗത്ത് തന്നെ ലോറി ഉണ്ട് എന്നുള്ള സംശയമാണോ ഇപ്പോൾ? ഈ കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരുടെ അഭിപ്രായം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കരസേന തേടിയിരുന്നു. പക്ഷേ അത് ഈ കേരളത്തിലെ രക്ഷാപ്രവർത്തകർ പോലും പറഞ്ഞിരുന്നു, ഇനി ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് അവിടെ തിരിച്ചിൽ നടത്തി അവിടെ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഇവർ തന്നെ തീരുമാനിക്കട്ടെ, അങ്ങനെ രീതിയിലുള്ള ഒരു കാര്യം കൂടി വന്നിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരുടെ അഭിപ്രായം കൂടി കേട്ടിട്ടാണോ ഈ കരയും അതുപോലെ തന്നെ ഈ പുഴയും കൂടി ചേർന്ന് നിൽക്കുന്ന ആ ഇടിഞ്ഞു നിൽക്കുന്ന ഭാഗത്തേക്ക് കൂടുതലായിട്ട് നേവി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? മഞ്ജുഷ, ഇതിൽ സൈന്യം ആണ് ഇത്തരത്തിൽ ഇനി പുഴയിൽ തെരച്ചിൽ നടത്തണമെന്ന നിർദ്ദേശം നൽകിയത്. ഇന്നലെ രാവിലെയാണ് സൈന്യം ഇവിടെ എത്തിയത്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് നേവി ഊർജിതമായി ഇന്ന് രാവിലെ മുതൽ പുഴയിൽ തെരച്ചിൽ ഊർജിതമാക്കിയത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നേവി ഇവിടെ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ഇന്നാണ് നേവി പുഴയിലുണ്ട് എന്ന ഒരു സ്ഥിരീകരണം വന്നതോടെ പുഴയിൽ ഇത്തരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാലും ഈ രക്ഷാപ്രവർത്തകർക്ക് ഇപ്പോൾ നേരത്തെ വന്ന ദൗത്യ സംഘത്തിന് കേരളത്തിൽ നിന്നുൾപ്പെടെ വിദഗ്ധ സംഘത്തിനൊന്നും അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അവരെല്ലാം ഇപ്പോൾ എനിക്ക്
അതിർത്തിക്ക് തൊട്ട് അരികിൽ ഇവിടെ തടഞ്ഞു നിർത്തിയ സാഹചര്യമാണ്. കർണാടകത്തിൽ നിന്നുള്ള ആളുകളും ഇവിടെ എത്തിയിരുന്നു. അവരും വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അർജുനെ കണ്ടെത്തണം, ഒപ്പം പ്രദേശവാസികളായ രണ്ടുപേരെ കൂടി കാണാതായിട്ടുണ്ട്, അവരെയും കണ്ടെത്തണം എന്നൊക്കെ ആവശ്യം ഉന്നയിച്ച് അവരാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാത്തൊരവസ്ഥ, രക്ഷാപ്രവർത്തകർക്ക് പോലും ആഹാരമില്ലാത്ത അവസ്ഥ. രാവിലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം 7:30 വരെ ഒരു ഭക്ഷണവും ഇല്ലാതെ ഇവിടെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് രക്ഷാപ്രവർത്തകർക്കുള്ളത്. ഈ പരിസരത്തൊന്നും കടകളൊന്നും തുറന്നിട്ടില്ല. വലിയ ഈ അങ്കോള ടൗണിൽ നിന്നും 8 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലൊരു വാഹന സൗകര്യമില്ല. പക്ഷേ അപ്പോഴും രക്ഷാപ്രവർത്തകർ തളർന്നില്ല. അവർ വീണ്ടും അർജുനായി ഇത്തരത്തിൽ തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അർജുനെ ജീവനോടെ കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ സമയം വളരെ വൈകിയിരിക്കുന്നു. ഇനി അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അർജുനെ കണ്ടെത്തുമോ, ആ ചോദ്യമാണ് ഉയരുന്നത്. അതിനായുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പ്രാർത്ഥനയിലാണ് കുടുംബാംഗങ്ങളും കേരളവും ഒരുമിച്ച് ഇപ്പോൾ ഉള്ളത്. മഞ്ജുഷ്, അവിടെ ഈ നേവിക്കും അതുപോലെ തന്നെ NDRF സംഘത്തിനും ഒപ്പം കേരളത്തിൽ നിന്ന് പോയ ആളുകൾ, ഈ രക്ഷാപ്രവർത്തകർ, ഇവർക്ക് പൂർണ്ണമായിട്ടും മുഴുവൻ സമയവും അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാണോ? ഇപ്പോൾ അവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അവരെന്താണ് ഇവിടെ വന്ന് ഇപ്പോൾ ബൈജു ഒക്കെ നിൽക്കുന്ന സ്ഥലത്തിന് അടുത്ത് വന്ന് പറഞ്ഞത്? മാധ്യമങ്ങളെ എന്തായാലും അങ്ങോട്ട് ഇപ്പോൾ കടത്തിവിടുന്നുമില്ലല്ലോ. മഞ്ജുഷ, അവർ ഇന്ന് രാവിലെ മുതൽ തന്നെ അവർ 7 മണിയോട് കൂടി തന്നെ പതിവ് പോലെ രക്ഷാപ്രവർത്തന ദൗത്യമായി ഇവിടെ എത്തിയിരുന്നു. അതിൽ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള സംഘമുണ്ട്. വിദഗ്ധമായി ഈ മേഖലയിൽ വിദഗ്ധമായി നേരത്തെയും ഉത്തരാഖണ്ഡിലൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയവരാണ്. പക്ഷേ അവരെ ഇന്ന് ഏതായാലും ഇവരെ ആരെയും ഇങ്ങോട്ട് കയറ്റേണ്ട, രക്ഷാപ്രവർത്തനം നേവിയും അതുപോലെ തന്നെ NDRFും സംസ്ഥാന ദുരന്ത നിവാരണ കമ്മിറ്റിയൊക്കെ ചെയ്യും എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണം വ്യക്തമാക്കിയിരിക്കുന്നത്. 25 പേർക്ക് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ അനുമതി നൽകിയിട്ടുണ്ട്. അവരെയും കയറ്റിവിട്ടിട്ടില്ല. ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ട്, സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി പുറത്തുനിന്നുള്ള ആൾക്കാരെ അകത്ത് കയറ്റാൻ പറ്റില്ല എന്നാണ് ഒരു വിശദീകരണം നൽകിയത്. പക്ഷേ നമ്മൾ ഓർക്കണം, ഈ 8 ദിവസമാകുമ്പോഴും ആദ്യ മണ്ണിടിച്ചിൽ ഉണ്ടായതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ ഇവിടെ മറ്റ് മണ്ണിടിച്ചിലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഓരോ ദിവസവും മണ്ണിടിച്ചിലുണ്ട്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ കയറ്റാത്തതെന്ന് പറയുന്നു. മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെടുന്നത് തന്നെയാണ്, നമ്മളെ അങ്ങോട്ട് കയറ്റില്ലെങ്കിലും ഈ രക്ഷാപ്രവർത്തകരെ അങ്ങോട്ട് കയറ്റണം. കാരണം അവർക്ക് തെരച്ചിലിൽ പങ്കാളികളാവണം. കൂടുതൽ ആളുകളുള്ളത് ഒരു പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തം, ഈ ദുരന്തത്തിന്റെ വ്യാപ്തി തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അത് ഇപ്പോഴുള്ള നിലവിലുള്ള 40 അംഗ സൈന്യവും ഒപ്പം ഈ നാവിയുടെ ചെറിയ സംഘവും അന്വേഷിച്ചാൽ മാത്രം കണ്ടെത്താൻ കഴിയുമോ എന്നത് വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ പേർ കേരളത്തിൽ നിന്ന് വരാൻ തയ്യാറായെങ്കിലും അവരെല്ലാം തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് അർജുനെ കണ്ടെത്തണം, അല്ലെങ്കിൽ ലോറി എങ്കിലും കണ്ടെത്തണം. ഈ ലോറിക്കകത്ത് അർജുൻ ഉണ്ടാകും, കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും എന്നാണ് ഈ രക്ഷാദൌത്യ സംഘത്തിൽ ഏർപ്പെട്ടവർ പറയുന്നത്. ഏതായാലും അവസാനമായി അർജുനെ കാണണം എന്നൊരു പ്രതീക്ഷയോടെയാണ് കൂടുതൽ ദൃശ്യങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങളും അല്പസമയം തന്നെ ചിലപ്പോൾ ഒരു ബ്രീഫിംഗ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഉണ്ടാവുവാനും സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ രക്ഷാദൌത്യം അർജുനെയും ലോറിയെയും കണ്ടെത്താൻ, അതോടൊപ്പം തന്നെ അവിടെ കാണാതായ മറ്റുള്ളവരെയും കണ്ടെത്തുവാനുള്ള ദൗത്യം ഇങ്ങനെയാണ് പുരോഗമിക്കുന്നത്. നേവിയും NDRF സംഘവുമാണ് ഇപ്പോൾ സ്ഥലത്ത് ഉള്ളത്. അവർ ഇപ്പോൾ ഗംഗാവലി പുഴയിലാണ് ഉള്ളത്. ഗംഗാവലി പുഴയിൽ നേരത്തെ ദൃശ്യത്തിൽ കണ്ടിരുന്നു. ആ ദൃശ്യം ഒരിക്കൽ കൂടി കാണാം. ആ ദൃശ്യത്തിൽ കണ്ടതുപോലെ നേവി പുഴയിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് സഞ്ചരിക്കുകയാണ്, ബോട്ടിൽ സഞ്ചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവർ സിഗ്നൽ എവിടെ നിന്നെങ്കിലും, ഈ ലോറിയുടേതെന്ന് സംശയിക്കുന്ന വിധത്തിലുള്ള സിഗ്നൽ എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇവിടെ ഈ 30-40 മീറ്റർ അകലെയായി രൂപപ്പെട്ടിരിക്കുന്ന മൺതിട്ട, ഈ മണ്ണ് മാറ്റുവാനുള്ള ശ്രമം നടക്കുന്നില്ല. പക്ഷേ അതിന്റെ താഴ്ഭാഗത്തായിട്ട് സിഗ്നൽ ഉണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എവിടെ നിന്നും ഇതുവരെ അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല. ഓരോ സ്ഥലങ്ങളിലും പോയി നേവി ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ അത് വെച്ചുള്ള പരിശോധന, ആ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. അതിന്റെ ദൂരദൃശ്യങ്ങൾ കാണാം, നേവി ബോട്ടിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. NDRF സംഘവും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കരയും പുഴയും ചേരുന്ന ഭാഗത്ത് കുറച്ചുകൂടി മൺതിട്ടകളുണ്ട്. ആ ഭാഗത്ത് അവിടെ ആ ചായക്കട നേരത്തെ നിന്നിരുന്ന ആ സ്ഥലമുണ്ട്. ആ ഭാഗത്തും കുറച്ച് മണ്ണ് ഉണ്ട്. ആ മണ്ണ് നീക്കം ചെയ്യുന്ന ജോലി ഇതിന് സമാന്തരമായി തന്നെ, ബാക്കി മണ്ണ് കൂടി നീക്കം ചെയ്യുന്ന ജോലി അതിന്റെ സമാന്തരമായി തന്നെ കരയിലും പുരോഗമിക്കുന്ന ദൃശ്യവും ഇതിൽ കാണാവുന്നതാണ്. ഇതാണ് പുതുതായിട്ട് ഏറ്റവും ഒടുവിലായിട്ട് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് എന്ന കാര്യം, അത് ഈ ദൗത്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും 8ാം ദിവസമാണ് ഈ പ്രവൃത്തി നടക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ, അതായത് ഏകദേശം ഈ വാർത്ത പുറത്തു വന്ന് അത് തന്നെ അപകടത്തിന്റെ 3ാം ദിവസമായിരുന്നു. ആ സമയത്ത് പുഴയിൽ അർജുനോ ലോറിയോ ഇല്ല എന്നുള്ള കാര്യം അന്ന്
ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവർ സ്ഥിരീകരിച്ചിരുന്നതാണ്. പിന്നീടാണ് കരയിലേക്ക് ഈ തെരച്ചിൽ നീണ്ടത്. പക്ഷേ ഇപ്പോൾ വീണ്ടും പുഴയിലേക്ക് തന്നെ തിരച്ചിൽ നീട്ടേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വിനേഷ് കുമാർ ചേരുകയാണ്, ഞങ്ങളുടെ പ്രതിനിധി. അദ്ദേഹം കോഴിക്കോടാണ് ഉള്ളത്. കോഴിക്കോട് അർജുന്റെ വീട്ടിലാണ് ഉള്ളത്. വിനേഷ്, ഇപ്പോൾ ഈ ഒരു ദൗത്യം കാണുമ്പോൾ എന്താണ് അവിടെ ഈ അർജുന്റെ കുടുംബത്തിനുള്ള അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കണ്ടെത്തൽ സാധിക്കുമെന്ന് അവർ കരുതുന്നുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ പോലെ അല്ലാതെ കുറച്ചുകൂടി ഊർജിതമാണ് കാര്യങ്ങളെന്ന്. മഞ്ജുഷ്, പിന്നെ ഇന്നിപ്പോൾ 8 ദിവസമായിരിക്കുന്നു. അവർക്ക് അർജുനെ ജീവനോടെ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആ ഒരു പ്രതീക്ഷയൊക്കെ ഏറെക്കുറെ മങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും അവർ കൃത്യമായി തന്നെ ആശയവിനിമയം നടത്തുന്നുണ്ട്. അർജുന്റെ സഹോദരൻ അവിടെയുണ്ട്, അർജുന്റെ അതുപോലെ തന്നെ സഹോദരി ഭർത്താവ് അവിടെയുണ്ട്. അങ്ങനെ ഏകദേശം ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ ഒരു 150ഓളം പേരുണ്ട്. അതായത് ലോറിയുടെ മേലുണ്ട്. ഇങ്ങനെ 150ഓളം ആളുകൾ ഈ കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലുള്ള ഇവരുമായിട്ട് ബന്ധമുള്ള ഒരു സുഹൃത്തുക്കളും ബന്ധുക്കളുമായ ആളുകൾ ഇപ്പോൾ അവിടെയുണ്ട്. അവരുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോഴൊരു ഊർജിതമായ ഒരു പരിശോധന നടക്കുന്നത് തന്നെ വലിയ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതായത് അവന്റെ മൃതദേഹമെങ്കിലും കൊണ്ട് കാണാൻ കഴിയണം എന്നുള്ളതാണ് ആ അമ്മയും ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ സഹോദരി ഉൾപ്പെടെ പറയുന്നത് തന്നെയാണ്. അവനിനി ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരാനുള്ള ഒരു സാധ്യത അവർ കാണുന്നില്ല. വലിയൊരു പ്രതീക്ഷയില്ല. എന്തായാലും ഇത്ര ദിവസം 8 ദിവസമായിരിക്കുന്നു. കാരണം മണ്ണിനടിയിൽ നിന്നൊരു മനുഷ്യൻ എന്തായാലും അത് സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതൊരു പ്രായോഗിക ചിന്ത കൂടിയാണ് മനുഷ്യന്റെ. എന്തായാലും അതുകൊണ്ട് തന്നെ അവൻ ഇനി ഇല്ല, അവന്റെ ഇനി കാണാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് അവരുടെ മനസ്സ് ആ രീതിയിലേക്ക് അവർ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് സഹോദരി ഉൾപ്പെടെ പറയുന്നത്. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് കരയാൻ വയ്യ എന്നുള്ളതാണ്, കരയാൻ ഇനി കണ്ണുനീരില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ. വളരെ വികാരനിർഭരമായ രംഗങ്ങളാണ് അവരുടെ വീട്ടിലുള്ളത്. ശോകമുഖമായ ഒരു അവസ്ഥയാണ് വീട്ടിൽ ഉള്ളത്. പരിസരത്തെ പ്രദേശവാസികളും സുഹൃത്തുക്കളും എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. കാരണം ഇനി അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത അവരാരും തന്നെ കാണുന്നില്ല. ഏതെങ്കിലും മിറാക്കിൾ സംഭവിക്കണം, അങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു നേരിയ പ്രതീക്ഷ കുറച്ചു പേർക്കെങ്കിലും ബന്ധുക്കൾക്കും മറ്റുമുണ്ട്. എങ്കിൽ പോലും അവരിപ്പോഴും അർജുൻ ഇനി ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ളതിലേക്ക് അവരെ മനസ്സ് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്നിപ്പോൾ അവരുടെ ബന്ധുക്കളോ ആരും തന്നെ പരസ്യമായ ഒരു പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ല. നമ്മൾ അല്പസമയം മുമ്പ് അവരുടെ വീട്ടിൽ പോയിരുന്നു. പിതാവിനോടും അവരുടെ മറ്റുള്ള ബന്ധുക്കളോടും എല്ലാം തന്നെ സംസാരിച്ചിരുന്നു. എന്തായാലും അവർ കൃത്യമായി തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് നിന്നുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. അതിൽ കാര്യങ്ങൾ അറിയുന്നുണ്ട്, മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. എന്തായാലും വിനേഷ്, എന്തായാലും വിനേഷിലേക്ക് വരാം. അതിനു മുൻപ് അവിടെ നിന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഷിരൂരിൽ ഇപ്പോഴും ഈ നേവിയുടെ തെരച്ചിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കേരളത്തിൽ നിന്ന് പോയ രക്ഷാദൗത്യം സ്വയം ഏറ്റെടുത്ത ആളുകളുടേതാണ്. വടക്കൻ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ രക്ഷാദൗത്യം സ്വയം ഏറ്റെടുത്തുകൊണ്ട് സന്നദ്ധ പ്രവർത്തകർ വരുന്നുണ്ട്. അങ്ങോട്ട് ഷിരൂരിലേക്ക് പോകുന്നുണ്ട്. അവർ അവിടെ എത്തി ഈ രക്ഷാദൗത്യത്തിൽ സ്വയം പങ്കാളികളാവുകയാണ്. പലപ്പോഴും അവരെ ആ പ്രദേശത്ത് നിന്ന് മാറ്റുകയാണ്. കുറച്ചുപേർ മാത്രം അവിടെ നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അവരുടെ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെ ചോദിച്ച് പോലീസിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തതിന് ശേഷം അങ്ങോട്ട് അവിടെ നിൽക്കാൻ അനുവദിക്കുന്നുണ്ട്. അവർ പക്ഷേ സ്വയം ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടാൻ തയ്യാറായിരുന്നു. പക്ഷേ അവിടെ വീണ്ടും മലയിടിച്ചിൽ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പോടു കൂടിയാണ് അവിടെ നിന്ന് മാറ്റുന്നത്. അങ്ങനെ അവിടെ നിന്ന് മാറ്റിയ കുറേയേറെ പേരുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അവർ ഈ അപകടം നടന്ന സ്ഥലത്തിന് ഏകദേശം 300-400 മീറ്റർ അകലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് എന്തെങ്കിലും, ഇപ്പോൾ ബൈജു ആദ്യം ഈ സംസാരിച്ചതിൽ നിന്ന് അപ്പുറമായിട്ട് എന്തെങ്കിലും പുതിയ വിവരമുണ്ടോ? മഴ മാറിയിട്ടുണ്ടോ ആ ഭാഗത്ത്? എന്തായാലും നേവി ഇന്ന് എന്തെങ്കിലും ഒരു വിവരം കിട്ടുന്നത് വരെ ഈ തെരച്ചിൽ തുടരും എന്ന് തന്നെയാണോ? തീർച്ചയായും മഞ്ജുഷ, ഇപ്പോൾ മഴ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യം. തെരച്ചിൽ തുടരാനാകുമോ, അതല്ല ഇത്രയും ശക്തമായ ഒരു മഴയിൽ തെരച്ചിൽ നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഏതായാലും നിലവിൽ തെരച്ചിൽ നിർത്തിയിട്ടില്ല, തെരച്ചിൽ തുടരുകയും തന്നെയാണ് ചെയ്യുന്നത്. ഈ രക്ഷാപ്രവർത്തകരുടെ ഒരു ലിസ്റ്റ് നൽകിയിരുന്നു. അത് പ്രകാരമുള്ള കുറച്ച് ആളുകളെ മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ബാക്കി ഒരുപാട് പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ നിൽക്കുന്ന ഈ സ്ഥലത്താണ് അവരെല്ലാം ഉള്ളത്. അതുപോലെ തന്നെ പ്രദേശവാസികളും നിരവധി പേരുണ്ട്. ഏതായാലും ഇന്ന് ഈ ലോറി കണ്ടെത്താനാകും എന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ അർജുൻ ഈ ലോറിക്കകത്ത് ഉണ്ടാകും എന്നൊരു നിഗമനത്തിലാണ് നേരത്തെ സൈന്യവും ഉൾപ്പെടെ എത്തിയത്. ആ ഒരു കണ്ടെത്തലിനായുള്ള തെരച്ചിലാണ്. ഇനി വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ അത് നീണ്ട സമയത്തേക്കുള്ള ഈ തെരച്ചിൽ നിർത്തുന്ന കാര്യത്തിലേക്ക് കടക്കുമോ എന്നൊരു ആശങ്ക ഉയരുന്നുണ്ട്. ഏതായാലും
ഇപ്പോൾ മഴ ശക്തമായ മഴയാണ്, അതിശക്തമായ മഴ, ഒപ്പം ശക്തമായി വീശിയടിക്കുന്ന കാറ്റുമുണ്ട്. വളരെ പ്രതികൂല കാലാവസ്ഥ. മാത്രമല്ല പുഴയിൽ നീരൊഴുക്കും വർദ്ധിക്കുന്നതായി സാഹചര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് ഇനിയുള്ള ഓരോ സമയങ്ങളിലും നേവി അതുപോലെ തന്നെ മറ്റ് സംഘങ്ങൾക്കുമുള്ളത്. ഏതായാലും ഇപ്പോൾ തെരച്ചിൽ നിർത്തിയിട്ടില്ല, തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് മഞ്ജുഷ്. ശരി 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 ബൈജുവിലേക്ക് വരാം. ഇപ്പോൾ ഒരു ചിത്രം ഈ ദൃശ്യങ്ങളിൽ നിന്ന് അറിയാവുന്നതാണ്. എങ്ങനെയാണ് ഈ പുഴയുടെ ഘടന, പുഴയും ഈ കരയും തമ്മിലുള്ള ഈ മൺതിട്ട പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്ന സ്ഥലവും ഈ പുഴയും തമ്മിലുള്ള അകലം എത്രയുണ്ട്, ഇതെല്ലാം ഈ ദൃശ്യത്തിൽ നിന്ന് ഏകദേശം മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഇത് ഈ ഒരു മാപ്പിന്റെ സഹായത്തോടു കൂടി ഷംന വിശദീകരിക്കും. ഷംന, എങ്ങനെയാണ് ഈ ഒരു ഘടന ഗംഗാവലി പുഴയിൽ, അതുപോലെ തന്നെ ഈ നേവി ഏത് രീതിയിൽ ഏത് സ്ഥലത്തൊക്കെയാണ് ഇങ്ങനെ ഇപ്പോൾ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഒന്ന് വിശദമാക്കുക. ഇതാണ് അപകടം നടന്ന മേഖല. ഇവിടെയാണ് അപകടം നടന്നത്. ഇവിടെ നിന്ന് മണ്ണ് പുഴയിലേക്ക് വീണ് 2 വലിയ മൺകൂനകളായി രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ നേവി പരിശോധന നടത്തുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ മേഖലയിലായിരുന്നു, കരയിലായിരുന്നു പരിശോധന നടത്തിയത്. ഇന്നിപ്പോൾ ഈ പുഴയിലാണ്, ഇവിടെയാണ് പരിശോധന നടത്തുന്നത്. ഇവിടുന്ന് ഏകദേശം 7 കിലോമീറ്റർ മാറിയാണ് അപകടത്തിൽപ്പെട്ട മറ്റൊരു ടാങ്കർ ലോറി കണ്ടെടുത്തത്. ഈ പുഴ നേരെ വരുന്നത് ഇവിടെ കൊങ്കൺ പാതയിലെ റെയിൽപാത. അതിനുശേഷം ഈ പുഴ നേരെ വന്ന് ഏകദേശം 42 കിലോമീറ്റർ അകലെയായി ഇവിടെ കടലുണ്ട്. അതാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. കാരണം 42 കിലോമീറ്റർ അകലെ കടലാണ്. എന്നാൽ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. എന്തായാലും തിരച്ചിൽ ഇന്ന് പുഴയിലാണ്. ഈ മേഖലയിൽ വന്ന് കടലിലേക്ക് ഈ പുഴ ഗംഗാവലി നദി ഈ പുഴ കടലിലേക്ക് ചേരും. എന്തായാലും ഇവിടുന്ന് 42 കിലോമീറ്ററാണ് ഇപ്പോൾ കടലിലേക്കുള്ളത്. ഇവിടെയാണ് അപകടം നടന്നത്. ഇവിടെയാണ് ഇപ്പോൾ നേവി തിരച്ചിൽ നടത്തുന്നതും. മഞ്ജുഷ്, ഇതുകൊണ്ട് ഘടന ഇങ്ങനെയാണ്. നേരത്തെ ദൃശ്യങ്ങളിലും അത് വ്യക്തമായിരുന്നു. ഗംഗാവലി പുഴയിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുമ്പോൾ നേരത്തെ ഗംഗാവലി പുഴയിൽ ഒഴുകിപ്പോയ ഒരു ടാങ്കർ ലോറി കണ്ടെടുത്തിരുന്നു. അത് കിലോമീറ്റർ അകലെ, ഏകദേശം 8 കിലോമീറ്റർ അകലെ നിന്നാണ് ആ ടാങ്കർ ലോറി കണ്ടെടുക്കുവാൻ സാധിച്ചത്, ആ ടാങ്കറിന്റെ ഭാഗം കണ്ടെടുക്കുവാൻ സാധിച്ചത്. അപ്പോൾ ഇത് അർജുനും ലോറിയും ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നുള്ള സംശയം. അതോടൊപ്പം തന്നെയാണ് ആ തിട്ടയിൽ ആ ഭാഗത്ത് നേവി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന മണ്ണ് കുറെ ഇടിഞ്ഞ് വീണിട്ടുണ്ട് പുഴയിലേക്ക്. പുഴയും കരയും തമ്മിൽ ബന്ധിക്കുന്ന ആ ഭാഗം, അവിടെ മണ്ണ് ഊർന്നു വീണിരിക്കുന്ന ആ സ്ഥലം, ആ ഭാഗത്ത് താഴെ ഈ ലോറി ഉണ്ടോ എന്നുള്ള സംശയത്തിൽ ആ ഭാഗത്തും ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന നേവി നടത്തുന്നുണ്ടായിരുന്നു. നേരത്തെ ദൃശ്യത്തിൽ അത് വ്യക്തമായിരുന്നു. ആ പരിശോധന ഇപ്പോഴും തുടരുന്നതിനൊപ്പം തന്നെ അതിന് തൊട്ട് മുകളിലാണ് മണ്ണെടുത്ത് മാറ്റുന്ന ജോലി പുരോഗമിക്കുന്നത്. അത് കുറച്ചുകൂടി ബാക്കിയുണ്ട് റോഡിൽ. പക്ഷേ റോഡിൽ ഏതായാലും ഈ ലോറി ഇല്ല എന്നതിനൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എങ്കിലും അവസാനത്തെ സംശയം കൂടി ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ആ ഭാഗത്തെ മണ്ണ്, ബാക്കിയുള്ള മണ്ണ് കൂടി നീക്കം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് അത് കഴിഞ്ഞ് പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് പുഴയിലേക്ക് വീണ് കിടക്കുന്ന മണ്ണ്, ആ ഭാഗത്തും പരിശോധന നടത്തുവാൻ. പക്ഷേ ഇതുവരെ ഈ പുഴയിലേക്ക് സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങിയിട്ടില്ല. കാരണം ഒരു സിഗ്നൽ കിട്ടി ഏത് ഭാഗത്താണ് എന്ന് അറിഞ്ഞിട്ട് മാത്രം ഇങ്ങനെ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു തീരുമാനമാണ്. അതിനു മുൻപ് നേവിയും NDRF-ഉം ചേർന്നുള്ള സംയുക്തമായ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സിഗ്നലിന്റെ കാര്യം ഇതുവരെ വന്നിട്ടുമില്ല. ബൈജു, ഈ കനത്ത മഴ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഴ തുടരുകയാണെങ്കിൽ പുഴയിൽ ഈ കുത്തൊഴുക്കിനുള്ള സാധ്യത കൂടുകയും ചെയ്യും. ഇതൊരു തടസ്സമായി മാറുന്നുമുണ്ട്. ഇപ്പോൾ വിദഗ്ധരായ സംഘങ്ങൾ അല്ലാതെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ, ഉദാഹരണത്തിന്, അവരെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടോ? അതോ നേവിയും NDRF-ഉം മാത്രമേ ഈ സ്ഥലത്ത് ഈ മണ്ണും ഈ സെർച്ച് നടത്തുന്ന ടീമിലുള്ളോ? മനുഷ്യൻ നേരത്തെ ഇത്തരത്തിൽ ഈ തെരച്ചിലുമായി ഉണ്ടായിരുന്ന മുഴുവൻ സംഘങ്ങളുമുണ്ട്. പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘങ്ങളുണ്ട്. പക്ഷേ സംവിധാനങ്ങളൊന്നുമില്ല എന്നത് തന്നെയാണ് ഇത് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. പുഴയിൽ നമുക്കറിയാം കുത്തൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. മഴ ശക്തമായി തന്നെ തുടരുന്നു. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് ഇനി ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തെരച്ചിലിനെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത് ബാധിച്ചിട്ടില്ല. തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ഇത്തരത്തിൽ ശക്തി കനത്താൽ ഒരുപക്ഷെ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥ
മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ തെരച്ചിൽ നിർത്തിയിട്ടില്ല. ആ രീതിയിൽ തന്നെ തെരച്ചിൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. ഇപ്പോഴും ആ ഭാഗത്താണല്ലോ കൂടുതലായിട്ട് നേവി സഞ്ചരിക്കുന്നത് ബോട്ടിൽ. അത് മറ്റു ചില വിഷയങ്ങളിൽ അത് കാണുന്നുമുണ്ട്. നേവി കൂടുതലായിട്ടും സഞ്ചരിക്കുന്നത് ഈ പുഴയിൽ ആ വന്നിരിക്കുന്ന ആ ഭാഗത്തേക്കാൾ ഈ കരയോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ്. എന്തെങ്കിലും സംശയകരമായിട്ട് എന്തെങ്കിലും സിഗ്നലിന്റെ ഒരു സാധ്യത അത് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നേവി ആ ഭാഗത്ത് ശ്രദ്ധിക്കുന്നു എന്നാണോ? ഇപ്പോഴും അവിടെ തന്നെയാണ്. അതുപോലെ തന്നെ SP സ്ഥലത്തെത്തിയിട്ടുണ്ട്, ജില്ലാ കളക്ടറും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പുതിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഇത്? പക്ഷേ ഒന്നും വിട്ടുപറയുവാൻ ആരും തയ്യാറാകുന്നില്ലല്ലോ. ഇല്ല മഞ്ജുഷ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു സൂചനകൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥലത്തിൽ നിന്നും 1 കിലോമീറ്റർ മാറി ആണ്. ഈ സംഭവ സ്ഥലം നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഇന്നലെയൊക്കെ വളരെ അടുത്ത് ഈ രക്ഷാപ്രവർത്തനം നമുക്ക് കാണുന്ന ദൂരത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നുമൊക്കെ മാറി വളരെ ദൂരത്തിലാണ് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അറിയാൻ സാധിക്കുന്നില്ല. നമുക്ക് ലഭിക്കുന്ന സൂചനകളിൽ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. അന്വേഷണം, തെരച്ചിൽ വീണ്ടും തുടങ്ങുന്നുവെന്നാണ്. കാരണം സച്ചിൻ ദേവ് MLA ഈ സ്ഥലം സന്ദർശിച്ച് അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിയത്. അദ്ദേഹവും വ്യക്തമാക്കിയതാണ് തെരച്ചിലിന് കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാക്കണം, അതിന് കേന്ദ്ര സർക്കാരിനോടും ഒപ്പം കർണാടക സർക്കാരിനോടും ആവശ്യപ്പെടും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ നിലവിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ഇടവിട്ട് മഴ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഇത്തരത്തിൽ മഴ തുടർന്നാൽ ആ പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. അത് നമ്മൾ നേരത്തെ അവിടെ എത്തിയപ്പോൾ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായിരുന്നു, നേരിട്ട് കണ്ടതുമാണ്. അത് ആ മണ്ണ് ഇപ്പോൾ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെട്ട് അത്തരത്തിൽ ഒരു ഭീഷണിയായി തന്നെ നിലനിൽക്കുന്നു. അത് രക്ഷാപ്രവർത്തകരെ, രക്ഷാസംഘത്തെ പ്രതികൂലമായി ബാധിക്കും. അങ്ങനെയാണെങ്കിൽ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുക പ്രയാസകരമായിരിക്കും. മഴ കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി തുടർച്ചയായി ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമാണ്. പുഴയും നീരൊഴുക്കൊക്കെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രതികൂലമായി തന്നെ ഈ തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. നിലവിൽ തെരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും ഇനി വരും മണിക്കൂറുകൾ ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നത് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അത്തരം ഏതെങ്കിലും സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ലഭിച്ചാൽ അപ്പോൾ തന്നെ പ്രേക്ഷകരുമായി നമ്മളത് ശരി ബൈജു, എന്തായാലും അത്തരത്തിലുള്ള സൂചനകൾ ഉടൻ തന്നെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അവിടെ നിന്നുള്ള രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മലയാളികളായ ആളുകളോട് അവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നുണ്ട്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, അദ്ദേഹം ആ ഭാഗത്തുണ്ട്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ സംസാരിക്കാം. വലിയ മഴയാണ് അവിടെ, അതുകൊണ്ട് ഒന്ന് മാറി നിന്ന് ഒന്ന് സംസാരിക്കാമെന്ന് AKM അഷ്റഫ് അല്പസമയം മുമ്പ് ന്യൂസ് 8 പറയുകയുണ്ടായി. അദ്ദേഹത്തെ അല്പസമയത്തിനുള്ളിൽ ഫോണിൽ അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായ വസീഫ് അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയാണ്. സച്ചിൻ ദേവ് MLA ഉണ്ട്, അദ്ദേഹത്തെയും പ്രതീക്ഷിക്കുന്നുണ്ട്. ടെലിഫോണിൽ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നമെന്നാൽ വലിയ മഴയായതുകൊണ്ട് അവിടെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതിന് പോലും സാധിക്കുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ട് അവിടെയുണ്ട്. നേവി ഇപ്പോഴും തെരച്ചിൽ നടത്തുകയാണ്. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് നേവി അവിടെ ഈ മഴയത്തും തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ്. അത് പ്രധാനമായിട്ടും ഈ കരയോട് ചേർന്നുള്ള ഭാഗത്ത് തന്നെയാണ്, പുഴയുടെ ഈ കരയോട് ചേർന്നുള്ള ഭാഗത്താണ് കൂടുതലായിട്ടും. അത് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ, അങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങുമോ, ഈ ഒരു സംശയമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് നേവി. അതിന് മുകളിൽ റോഡിൽ എന്തായാലും ഏകദേശം ക്ലിയർ ചെയ്തു കഴിഞ്ഞു. മണ്ണ് പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റിയിട്ടുമുണ്ട്. മഴ വീണ്ടും ശക്തമായത് ഒരു പ്രശ്നമാകുന്നുണ്ട് എങ്കിൽ പോലും അത് ഇപ്പോൾ തടസ്സമായിട്ടില്ല. ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് SP ഏർപ്പെട്ടിരിക്കുന്നവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന വിവരവും കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള സൂചനയും ലോറിയെക്കുറിച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നത് ഈ രക്ഷാ ദൗത്യത്തിന് ഒരു വിഘാതമാകുന്ന ഒരു ഘടകം കൂടിയാണ്. ബൈജു വീണ്ടും ചേരുന്നുണ്ട്. ബൈജു, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ന് 8ാം ദിവസം, ഇനിയിപ്പോൾ ഈ പുഴയിലും ഈ രീതിയിലുള്ള ഒരു അനുകൂലമായ കാര്യങ്ങളും ഇല്ല എങ്കിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യം കൂടി അവശേഷിക്കുകയല്ലേ? മഞ്ജുഷേ, ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മണ്ണിടിച്ചിലുണ്ടായ കുന്നിൻ ചെരുവിൽ നിന്നും നേർ എതിർവശത്ത്, അതായത് ചായക്കടയൊക്കെ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ ആ പ്രദേശത്തൊന്നും കാണാനില്ല. അതിന് തൊട്ട് സമീപമായി വലിയ മൺകൂന ഉണ്ട്. ആ മൺകൂനയ്ക്കടിയിലായിരിക്കും ഈ ലോറി ഉണ്ടാകുക എന്ന ഒരു നിഗമനം സൈന്യവും ഇന്നലെ പങ്കുവച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്ത് പരിശോധന നടത്തേണ്ടി വരും. പക്ഷേ
ഒരു പുഴ തന്നെ അതിന്റെ ഒരു ഭാഗം തന്നെ ഇല്ലാതായിരിക്കുന്നു. അത്രത്തോളം മണ്ണാണ് ഈ കുന്നിടിഞ്ഞ് അപ്പാടെ ഈ നദിയിലേക്ക് പതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അതിന്റെ അടിത്തട്ടിലേക്ക് ഈ ലോറി ഒരുമിച്ച് ഈ മണ്ണിനൊപ്പം തന്നെ ഇത്തരത്തിൽ നിരങ്ങി വലിയ തോതിൽ ഈ പതിച്ചിട്ടുണ്ടാകുമെന്ന ഒരു വിലയിരുത്തലാണ് സൈന്യവും ഇന്നലെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. അപ്പോ ആ മണ്ണ് മുഴുവൻ നീക്കം ചെയ്തോ അല്ലെങ്കിൽ കൃത്യമായ സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്തി അവിടെ ഈ പരിശോധന നടത്താനാണോ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷേ അത്യാധുനിക സംവിധാനങ്ങൾ വൈകുന്നേരത്തോടു കൂടി എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ ഈ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സ്ഥലം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീരുമാനമാകും. അർജുനെ നമുക്ക് വീണ്ടെടുക്കാൻ കണ്ടെത്താനാകും, അർജുന്റെ ലോറി കണ്ടെത്താനാകും. പക്ഷേ സംവിധാനങ്ങൾ വരുന്നത് വൈകുന്നത് തോറും ഈ പുഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുന്നതും കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നതും ഒക്കെ വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇവിടെ നിന്നും മഴ നിർത്താതെ പെയ്യുകയാണ്, വളരെ ശക്തമായ മഴയാണ്. ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം. നമുക്കറിയാം, ഇതൊരൊറ്റപ്പെട്ട സ്ഥലമാണ്. ഇവിടെ മഴ വന്നാൽ കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല. ഏതെങ്കിലും ഒരു കടയോ വാഹനങ്ങളോ ഈ ഭാഗത്തില്ല. ഗതാഗതം 8 ദിവസമായി പൂർണ്ണമായും ഇവിടെ നടക്കാത്തൊരു സാഹചര്യമാണ്. ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നു. വാഹനങ്ങളെല്ലാം വലിയ നീണ്ട നിരയായി ഇവിടെ നിൽക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും, മംഗളൂരിൽ നിന്ന് വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ ഗോവയിൽ നിന്ന് വരുന്ന ഭാഗത്തും ഇത്തരത്തിൽ രണ്ട് ഭാഗത്തായി വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിൽ നിന്ന് വരുന്ന ആ ഭാഗത്താണ്. ആ ഭാഗത്തിനടുത്താണ് ഈ അപകടം നടന്ന സ്ഥലം. അവിടെയാണ് ഇപ്പോൾ ഈ പോലീസ് ബാരിക്കേഡ് തീർത്ത് ഇത്തരത്തിൽ വാഹനങ്ങളെയും മാധ്യമങ്ങൾ പ്രവർത്തകരെയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തെവരെയൊക്കെ തടയുന്ന ഒരു സ്ഥലം. എന്തായാലും മഴ ഇത്തരത്തിൽ കൂടുതൽ ഇനിയും വരുന്ന മണിക്കൂറുകളിലും പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായും വലിയ ആശങ്കയ്ക്ക് തന്നെ വഴിവെക്കും. ഈ AK അഷ്റഫ് MLA ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ ഈ പ്രദേശത്തുണ്ട്. അദ്ദേഹം ഓരോ കാര്യങ്ങളും കൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഈ ജനപ്രതിനിധികൾക്ക് ഈ സംഭവ സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അവിടുന്ന് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് തന്നെ അവരിൽ നിന്നാണ്. ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. സൈന്യത്തിന്റെ ഒരു വാഹനം ഇപ്പോൾ നമുക്ക് മുന്നിൽ പോകുന്നത് കാണാം. പക്ഷേ പുതിയ സംവിധാനങ്ങളൊന്നും ഇവിടെ എത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മളിവിടെ രാവിലെ 7 മണി മുതൽ തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ അത്തരം സംവിധാനങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. എന്തായാലും സൈന്യം ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, ശിരൂരിൽ തന്നെയുണ്ട്. ഈ സംഭവം എന്തായാലും നടന്ന ദുരന്ത ഭൂമിയിൽ തന്നെയുണ്ട്. പക്ഷെ കരസേനയാണ് ഇപ്പോൾ തിരച്ചിൽ നേതൃത്വം നൽകുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന പോലെ ആ ഭാഗത്ത്, അതായത് ഈ അപകടം നടന്നതിന് നേരെ എതിർവശത്ത് ഈ പുഴയിലേക്ക് നേരത്തെ ആ ചായക്കടയൊക്കെ ഉണ്ടായിരുന്ന പ്രദേശത്തിന് പിന്നിലായിട്ടില്ലേ, ആ ഭാഗത്ത് ഈ കരയിൽ നിന്ന് പുഴയിലേക്ക് മണ്ണ് വീണിരിക്കുന്ന വലിയ കൂന ഉണ്ടായിരിക്കുന്ന ആ ഭാഗത്തേക്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണല്ലേ. അവിടെ ഉണ്ടാവാം എന്നുള്ള സംശയം, അതല്ലേ കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ഭാഗമല്ലേ ഈ നേരെ എതിർവശത്തുള്ള, അല്ലേ? മഞ്ജുഷ, അത് തന്നെയാണ്. ആ നേർ എതിർവശത്ത് കാണുന്ന ആ ചായക്കട ഉണ്ടായിരുന്നതിന് സമീപമായാണ് വലിയ തോതിൽ മൺകൂന രൂപപ്പെട്ടിട്ടുള്ളത്. ചെളിയും നിറഞ്ഞിട്ടുണ്ട്. ഒപ്പം വലിയ തോതിലുള്ള കല്ലുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇനി നീക്കം ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യണം. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ലോറി ഇത്തരത്തിൽ ഉണ്ടോ എന്നത്. ഏതായാലും ഈ ലോറിയുടെ അകത്ത് തന്നെ ആയിരിക്കും അർജുൻ എന്ന ഒരു നിഗമനത്തിലാണ് സൈന്യവും എത്തിയത്. അതുപോലെ തന്നെ നേരത്തെ ജില്ലാ ഭരണകൂടവും ആ രീതിയിലുള്ള നിഗമനത്തിൽ തന്നെയാണ് എത്തിയത്. എന്നാലും കരയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ കരയിൽ ഏതെല്ലാം തരത്തിൽ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു അതെല്ലാം ഇനി പുഴയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴും പരിമിതികളുണ്ട്. ഈ സാധാരണ കരയിൽ നടത്തുന്ന രീതിയിലുള്ള പരിശോധനയല്ല ഈ പുഴയിലേക്ക് നടത്തുമ്പോൾ വേണ്ടത്. അതിന് വലിയ സൗകര്യങ്ങൾ വേണം. അപകടകരമായ സാഹചര്യമാണ്. പുഴയിൽ വലിയ തോതിലുള്ള നീരൊഴുക്കും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ കരുതൽ വേണം. സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എത്തിയ രക്ഷാപ്രവർത്തകർ തന്നെ പറയുന്നത് ആ രീതിയിൽ പുഴയിൽ തെരച്ചിൽ നേരത്തെ നടത്തിയ പോലെ നടത്താൻ പറ്റില്ല. മണ്ണ് നീക്കി കൊണ്ടുപോകുക അത്ര പ്രായോഗികമല്ല. അപ്പോൾ നമുക്ക് കൃത്യമായി വേണ്ടത് ഈ ലൊക്കേറ്റ് ചെയ്യുകയാണ്. ഈ ലോറി എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ കണ്ടെത്തുകയാണ്. അങ്ങനെയെങ്കിൽ ആ സ്ഥലം മാത്രം മണ്ണ് നീക്കിയാൽ മതി. അല്ലാതെ ഇപ്പോൾ കാണുന്ന ഈ പുഴയുടെ അരികിലുള്ള മുഴുവൻ മണ്ണ് നീക്കി ലോറി എവിടെയുണ്ടെന്ന് കണ്ടെത്തുക, അത് ചിലപ്പോൾ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും, ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും അതിന് കൃത്യമായ ലൊക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് വേണ്ടത്. ആ സംവിധാനം ഉടൻ എത്തുമെന്ന ഒരു പ്രതീക്ഷയും ഇവിടെ നിന്നും കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഈ സംഘാംഗങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും കുറച്ച് രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് വലിയ ആശ്വാസം. രാവിലെ മുതൽ അവരെ തടഞ്ഞ് ഇടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.
ഇനി വൈകുന്നതോറും കാലാവസ്ഥ വളരെ മോശമാവുകയും പുഴയിൽ വലിയ തോതിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ തോതിൽ ബാധിക്കുകയാണെങ്കിൽ എനിക്കൊപ്പം ഇപ്പോൾ AK അഷ്റഫ് MLA ഉണ്ട്. മഞ്ജുഷിന് തന്നെ AK അഷ്റഫ് സംസാരിക്കാം. ശരി, ഞാൻ ചോദിക്കട്ടെ ശ്രീ AK അഷ്റഫ്, ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ഇപ്പോൾ എന്ത് വിവരം നൽകാൻ കഴിയും? ഏത് ഭാഗത്താണ് അവിടെ ഇപ്പോൾ പരിശോധന നടക്കുന്നത്? ഈ സിഗ്നൽ എന്തെങ്കിലും? നമ്മൾ ഇന്നലെ വരെ കരയിലുള്ള മണ്ണ് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് ഇന്നലെ നടന്നത്. ഇന്നലെ വൈകുന്നേരം വരെ ആ മണ്ണ് മാന്തല് മൊത്തം കഴിഞ്ഞപ്പോഴും നമുക്ക് ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയുണ്ടായി. ഇന്ന് രാവിലെ മുതൽ ഇന്ത്യൻ ആർമിയുടെ ഒരു പ്രത്യേക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡ്രോണും റഡാറും ഉപയോഗിച്ചുകൊണ്ട് പുഴയിൽ കൃത്യമായ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ നമ്മൾ തട്ടുകട കാലങ്ങളായി അവിടെ ഉണ്ടായിരുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തട്ടുകട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു 10-12 മീറ്റർ മണ്ണ് ആഴത്തില് അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇവിടുത്തെ MLA ഇടപെട്ട്, സതീശേൽ MLA ഇടപെട്ട്, അദ്ദേഹം തുടക്കം മുതൽ ഈ വിഷയത്തിൽ നമ്മൾ അർജുനന് വേണ്ടി ഏറ്റവും ഇടപെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി ബൂം നിറയുന്ന ഒരു 60 മീറ്റർ ദൈർഘ്യമുള്ള പുഴയിൽ നിന്ന് മണ്ണ് മാന്താൻ കഴിയുന്ന ഒരു യന്ത്രം കൂടി ഇവിടെ എത്തിച്ചേരും. അതോടുകൂടി എല്ലാ ടെക്നോളജി, അതിനിടയിൽ അവര് നമ്മളോട് പറഞ്ഞൊരു കാര്യം, രാവിലെ ഇന്നലെ ലിസ്റ്റ് കൊടുത്ത് 25ഓളം രക്ഷാപ്രവർത്തകരായിട്ടുള്ള മലയാളികളെ മാറ്റി നിർത്തി എന്നുള്ള ഒരു കാര്യം ചർച്ചയ്ക്ക് വന്നു. ഞങ്ങളിപ്പോ സംസാരിച്ചവരെ മാറ്റി നിർത്തിയതല്ല, ഞങ്ങൾക്കൊരു ഇൻഡിപെൻഡന്റ് ആയി ഞങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ആർമിയുടെ പരിശോധനയ്ക്ക് ഒരു അവസരം തരണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അത് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്പോട്ടിൽ ഇപ്പൊ വിസിറ്റ് ചെയ്ത് വന്നതേ ഉള്ളൂ. വീണ്ടും ആ പരിശോധനയുടെ ഒരു ഫലം ഒരു 2-3 മണിക്കൂറിനകം ഇന്നത്തെ ഈ ഡ്രോണും റഡാറും ഉപയോഗിച്ചുകൊണ്ട് പുഴയിൽ നടത്തിയ പരിശോധനയുടെ ഒരു ഫലം എന്തായാലും നമുക്ക് അർജുനന് നമ്മൾ ഇത്ര ദിവസം കാത്ത് പ്രതീക്ഷിച്ച അർജുനന് ലഭിക്കുന്ന ഒരു വാർത്ത ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നത്തെ തെരച്ചിൽ നമ്മൾ കാണുന്നത്. അതായത് ഇപ്പോൾ ശ്രീ അഷ്റഫ്, ഈ റോഡിൽ നിന്ന് പുഴയിലേക്ക് ആ മണ്ണ് വീണ് കിടക്കുന്ന ആ ഭാഗത്ത് ലോറി ഉണ്ടാവാം, ആ ഒരു സംശയമാണ് ഇപ്പോഴുള്ളത് അല്ലേ? അല്ലാതെ ഈ പുഴയുടെ മധ്യഭാഗത്തേക്ക് പോയിട്ടില്ല. അല്ല, ആ ഭാഗവും കൂടി നടക്കുന്നുണ്ട്. പുഴയിലും ആർമിയുടെ അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുള്ള പരിശോധനയും കൂടെ അവർ പുഴക്കകത്തും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിലും പക്ഷേ ഈ സിഗ്നൽ തേടിയാണല്ലോ ഇപ്പോൾ ഉള്ള ഈ പരിശോധനകളിൽ എന്തെങ്കിലും സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന്, അതിനുശേഷമല്ലേ ഈ മണ്ണ് നീക്കം ചെയ്യുകയുള്ളൂ? ഒരു സിഗ്നൽ അവര് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൂടി കാരണം അവര് ഇപ്പൊ നമ്മളോടൊന്നും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഇന്നലെ നിങ്ങൾക്കറിയാം, പെട്ടെന്ന് റഡാർ കൊണ്ടുവന്നപ്പോൾ 1-2 സ്ഥലത്തുനിന്ന് നമുക്ക് അവര് പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ രാഘവട്ടൻ MP ഉണ്ടാന്ന് പറഞ്ഞ് സിഗ്നൽ കിട്ടിയെന്ന് പറഞ്ഞു. ലോറി പോലെയുള്ള ഒരു ലോഹത്തിന്റെ ആണ്. അവസാനം നമ്മൾ നോക്കുമ്പോൾ അത് ഇവിടുത്തെ ഈ ഇരുമ്പിന്റെ നല്ല അംശങ്ങളുള്ള പാറകളാണ്. അത് പെട്ടെന്ന് ആ രീതിയിൽ ഈ റഡാറിൽ സിഗ്നൽ തരുമ്പോൾ അത് പ്രയാസപ്പെടും. അവരൊന്നും വെളിപ്പെടുത്തിയില്ല. ഞാൻ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആഫ്റ്റർ 2 o'clock ലെറ്റ് മീ കോൺടാക്ട് എന്നാണ് പറഞ്ഞത് അദ്ദേഹം. എന്തായാലും ഒരു 2 മണിക്കകം നമുക്ക് വീണ്ടും അവിടെ ഈ പരിശോധനയുടെ ഒരു ഫലം 2-3 മണിക്കകം നമുക്ക് എന്തായാലും ലഭിക്കും. ഈ കുറച്ചു മുമ്പ് ഒരു 1-2 മണിക്കൂർ മുമ്പ് നേവി ഇങ്ങനെ ചെറിയ ബോട്ടുകളിലായിട്ട് പുഴയിലൂടെ സഞ്ചരിക്കുന്നത് കാണാമായിരുന്നു. അവർ ഈ സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ടോ? അതിപ്പോഴും അതിപ്പോഴും നേവിയുടെ ആ പരിശോധന ബോട്ടുകളിലൂടെ അവർ നടത്തുന്നുണ്ട് തെരച്ചിൽ മറുഭാഗത്തായിട്ട്. അത് പുഴയുടെ പല ഭാഗങ്ങളിലാണ് അല്ലെ? ഗംഗാവളിയിൽ നടത്തുന്നുണ്ട് അവര്. അത് പുഴയുടെ പല ഭാഗങ്ങളിലായിട്ടാണ്. ആ പുഴയുടെ പല ഭാഗങ്ങളിലായി നടത്തുന്നുണ്ട്. ഈ നടുക്കൊരു നടുക്കല്ല ഏകദേശം 30 മീറ്റർ 40 മീറ്റർ അകലെയായിട്ട് തിട്ട രൂപ ഉണ്ടല്ലോ, ഇപ്പോൾ ആ ഭാഗത്ത് എന്താണ്? അവിടെ ഇല്ല എന്നാണ്. അതിപ്പോ ഞാനിപ്പോ അവിടെ സംസാരിച്ചപ്പോ അവിടെ 2 കേസ് അവർ ചുമതലപ്പെടുത്തിയ നയന എന്നറിയുന്ന ഇവിടുത്തെ ASP ഉണ്ട്. അവരോട് പറഞ്ഞപ്പോ ആർമി ഈ അതുകൂടി ഈ ബൂം നിറയുന്ന യന്ത്രം എത്തിയ ഉടനെ ആ മണ്ണ് മാന്തല് കൂടി നടത്തും. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ റോഡിൽ ബാക്കിയുള്ള മണ്ണ് പിന്നെ റോഡിൽ നിന്ന് പുഴയിലേക്ക് വീണ് കിടക്കുന്ന ആ ഭാഗത്ത് ഇവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കണം അല്ലേ? അതെ. ശരി, എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം ഇതിൽ കിട്ടാം എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ശരി, നന്ദി ശ്രീ AK അഷ്റഫ്. ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത് കാര്യങ്ങൾ വ്യക്തമാണ്. നേരത്തെ ബൈജുവുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യം തന്നെയാണ്. അതിനേക്കാൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ശ്രീ AK അഷ്റഫ് അതിനൊരു സ്ഥിരീകരണവും നൽകുന്നുണ്ട്. ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് ആ കാണുന്ന ഭാഗം, അതായത് ഇതല്ല, ഈ ഭാഗത്തല്ല, ഇവിടെ അല്പസമയത്തിന് ശേഷം ഇപ്പോൾ റോഡിൽ നിന്ന് പുഴയിലേക്ക് മണ്ണ് വീണ് കിടക്കുന്ന ആ ഭാഗത്ത്, അതായത് നേരത്തെ ഒരു ചായക്കട ഉണ്ടായിരുന്ന ആ പ്രദേശത്ത്, അവിടുത്തെ തെരച്ചിൽ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് വ്യാപിപ്പിക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്ന അധികാരികൾ, SP ഉണ്ട്, കളക്ടറുണ്ട്, അവർ ആ ഒരു വിശദീകരണമാണ് നൽകുന്നത്. ഇതോടൊപ്പം തന്നെ നേവിയുടെ ചെറിയ ബോട്ടുകൾ, അവർ നേവി സംഘം ഈ പുഴയിൽ പല ഭാഗങ്ങളിലായിട്ട്
ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ, അത് കഴിഞ്ഞ ദിവസവും കൊണ്ടുവന്നതാണ്. ആ പരിശോധന ഇപ്പോൾ നടത്തുന്നുമുണ്ട്. അത് രാവിലെ മുതൽ തന്നെ ആ ദൃശ്യങ്ങൾ കാണാമായിരുന്നു. നേവി ഗംഗാവലി പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ആ ഒരു അപകടം നടന്നതിൻ്റെ കുറേ ചുറ്റളവിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നത്. പക്ഷേ അതിൽ നിന്ന് ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവർ ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. നേവിയുടെ ആ ബോട്ടുകൾ കരയോട് ചേർന്നുള്ള ഭാഗത്തും കുറേയേറെ നേരം അവർ ഇങ്ങനെ നിന്ന് ഒരേ സ്ഥലത്ത് തന്നെ പല തവണയായിട്ട് പരിശോധന, അത് ഏറെ സമയമെടുത്താണ് നടത്തിക്കൊണ്ടിരുന്നത്. അതും കാണാമായിരുന്നു. അതും അവസാനിച്ചിട്ടില്ല. അത്തരത്തിലുള്ള പരിശോധനകളും തുടരുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ നേവിയുമുണ്ട്, കരസേനയുമുണ്ട്, രണ്ടുപേരും ഈ വർക്കിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് NDRFിന്റെ സംഘവും, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘവും, SDRFിന്റെ സംഘവും, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ, കർണാടക സർക്കാരിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘവും ഉള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ഒട്ടേറെ രക്ഷാപ്രവർത്തകരുമുണ്ട്. അവരിൽ കുറച്ചു പേർക്ക് ഈ പ്രദേശത്തേക്ക് പോകുവാനുള്ള അനുവാദവും കിട്ടിയിട്ടുണ്ട്. ബൈജു, എന്തെങ്കിലും MLA പറഞ്ഞ ആ കാര്യം തന്നെയാണല്ലോ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ളത്. മറ്റ് രക്ഷാപ്രവർത്തകർ ബൈജു നിൽക്കുന്ന ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഇതിനേക്കാൾ അപ്പുറത്ത് എന്തെങ്കിലും മറ്റു പുതിയ കാര്യങ്ങളുണ്ടോ? മഞ്ജുജ, നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് AKM അഷ്റഫ് ഇപ്പോൾ നൽകിയത്. അദ്ദേഹം ആ സ്ഥലത്ത് നിന്നും, സംഭവം ഉണ്ടായ സ്ഥലത്ത് നിന്നും, തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ എത്തിയതേ ഉള്ളൂ. കനത്ത മഴ തന്നെയാണ് ഇവിടെ ഇപ്പോഴും തുടരുന്നത്. അതായത് ഒരു 2-3 മണിയാകുമ്പോഴേക്കും ഒരു പുതിയ അപ്ഡേറ്റ് ഉണ്ടാകും. നിലവിൽ ഏതെങ്കിലും തരത്തിൽ ലോറി കണ്ടെത്തിയതായുള്ള ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റഡാർ സിഗ്നലിന്റെ കാര്യത്തിൽ വളരെയേറെ പരിമിതികളുണ്ട്. ഇവിടുത്തെ പ്രത്യേക തരം ഈ പാറ, അതൊക്കെ ഈ റഡാർ സിഗ്നലായി ലഭിക്കുന്നുണ്ട്. എങ്കിലും അത്തരം സൂചനകളൊന്നും പാഴാക്കുന്നില്ല. ആ പ്രദേശങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഈ തെരച്ചിൽ വൈകാൻ ഉള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ അത്രയും അത്യാധുനിക സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. അത് ഇനി എപ്പോൾ എത്തിക്കുമെന്നാണ് അറിയില്ല. ഏതായാലും AKM അഷ്റഫിന്റെ വാക്കുകളിൽ വലിയ പ്രതീക്ഷയുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഉടൻ എത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹമാണ് നിരന്തരം ഇവിടുത്തെ കാർവാർ MLAയുമായി ബന്ധപ്പെടുന്നത്. കാർവാർ MLAയുടെ വലിയ തോതിലുള്ള സഹകരണം ഈ വിഷയത്തിൽ ഉണ്ട്. അത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം പല ഘട്ടങ്ങളിൽ ഇവിടെ എത്തി ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, മാധ്യമപ്രവർത്തകരെ ഒരു ഘട്ടത്തിൽ തടഞ്ഞപ്പോൾ പോലും അവിടെ എത്തിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ തന്നെ കൂടി അറസ്റ്റ് ചെയ്തോളൂ എന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും അത്തരത്തിൽ ഇടപെടലുകൾ ഉണ്ട് എന്നത് ആശ്വാസകരം തന്നെയാണ്. അപ്പോഴും ജില്ലാ ഭരണകൂടം മൗനമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവരവും നമുക്ക് നൽകുന്നില്ല, അല്ലെങ്കിൽ ഈ ബന്ധുക്കൾക്ക് നൽകുന്നില്ല. ചില ഘട്ടങ്ങളിൽ ബന്ധുക്കളെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് കുറെ കാര്യങ്ങൾ പോകുന്നു. ശരി ബൈജു, കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വിളിക്കാം. എന്തായാലും ഇതുവരെയുള്ള കാര്യങ്ങൾ അഷ്റഫ് MLAയും വ്യക്തമാക്കി കഴിഞ്ഞു. അതിൽ ഈ എന്തുകൊണ്ടാണ് വിവരങ്ങൾ കൈമാറാത്തത് എന്നതിന് അത് AKM അഷ്റഫും പറയുന്നത് അത് ജില്ലാ ഭരണാധികാരിയോട് തന്നെ, കളക്ടറോട് തന്നെ ചോദിച്ചതാണ്. അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും ചോദിച്ചതാണ്. അവർ പറയുന്ന കാര്യം, ഇന്നലെ സിഗ്നലുകൾ കിട്ടിയ വിവരം പുറത്തു വന്നതിന് ശേഷം അതിന് വലിയൊരു വാർത്താ പ്രാധാന്യം കൈവന്നിരുന്നു. പക്ഷേ പിന്നീട് അവിടെ ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇപ്പോൾ രഹസ്യമാക്കി വയ്ക്കുകയാണ് ഈ തെരച്ചിലിന് നേതൃത്വം നൽകിയ ആളുകൾ. അതുകൊണ്ട് തന്നെ സിഗ്നൽ ഇന്ന് എവിടെ നിന്നെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു കൺഫർമേഷൻ അവർ പറയുന്നില്ല. ഇന്ന് കേന്ദ്ര ബജറ്റ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകാം. അതിനുശേഷം വീണ്ടും ഷിരൂരിലെ ഈ രക്ഷാദൗത്യത്തിന്റെ വാർത്തകളിലേക്ക് തന്നെ മടങ്ങി വരാം. ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2024-25 വർഷത്തെ കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റായിരുന്നു ഇത്. തൊഴിലിനും ചെറുകിട ഇടത്തരം മേഖലകൾക്കും മധ്യവർഗത്തിനുമാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. നേരത്തെ ഇടക്കാല ബജറ്റ് പ്രഖ്യാപിച്ചിരുന്നു. ഇത്തവണ സമ്പൂർണ്ണ ബജറ്റ് പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. 1.48 ലക്ഷം കോടി രൂപയാണ് തൊഴിലിനും നൈപുണ്യ വികസനത്തിനുമായി വകയിരുത്തിയിരിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. We particularly focus on employment, skilling, MSMEs and the middle class. I am happy to announce the Prime Minister's package of 5 schemes and initiatives to facilitate employment, skilling and other opportunities for 4.1 crore youth over a 5-year period. ആദായ നികുതി സ്ലാബുകളിൽ പരിഷ്കരണമുണ്ട്. പക്ഷേ ഇത് പുതിയ സ്കീമിലുള്ളവർക്ക് മാത്രമാണ്. 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവരിൽ നിന്ന് ആദായ നികുതി ഈടാക്കാത്തത് തുടരും. 3 മുതൽ 7 ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവരിൽ നിന്ന് 5% നികുതി. നേരത്തെ ഈ സ്ലാബ് 3 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ ആയിരുന്നു.
5% ഈ സ്ലാബിലുള്ളവർക്ക് നികുതി. 7 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവരിൽ നിന്നായിരിക്കും 10% നികുതി ഈടാക്കുക. നേരത്തെ ഇത് 6 ലക്ഷം മുതൽ 9 ലക്ഷം രൂപ വരെ ഉള്ളവർക്കായിരുന്നു 10% നികുതി. 10 മുതൽ 12 ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവർക്ക് 15% നികുതി. നേരത്തെ ഇത് 9 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ആയിരുന്നു. 12 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതി ഈടാക്കുന്നത് 20% ആയിരിക്കും. നേരത്തെ ഇതേ സ്ലാബ് ആണ്, അതിൽ മാറ്റമില്ല. 15 ലക്ഷത്തിന് മുകളിൽ ഉള്ളവർക്ക് 30% ആയിരിക്കും നികുതി. ഇതെല്ലാം പുതിയ സ്കീമിൽ പെട്ടവർക്കാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷന്റെ പരിധി 50,000 രൂപയിൽ നിന്ന് 75,000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇതും പുതിയ സ്കീമിൽ ഉൾപ്പെടുന്നവർക്ക് മാത്രമായിരിക്കും. 0 to 3 lakh rupees, nil. 3 to 7 lakh rupees, 5%. 7 to 10 lakh rupees, 10%. 10 to 12 lakh rupees, 15%. 12 to 15 lakh rupees, 20%. And above 15 lakh rupees, 30%. As a result of these changes, a salaried employee in the new tax regime stands to save up to 17,500 rupees in income tax. Proposed to abolish the so-called angel tax for all classes of investors. Second, there is tremendous potential for cruise tourism in India. To give a fillip to this employment-generating industry, I am proposing a simpler tax regime for foreign shipping companies. I propose to reduce the corporate tax rate on foreign companies from 40 to 35%. The standard deduction for salaried employees is proposed to be increased from 50,000 to 75,000 rupees. Similarly, deduction on family pension for pensioners is proposed to be enhanced from 15,000 to 25,000 rupees. This will provide relief to about 4 crore salaried individuals and pensioners. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും വില കുറയും. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ 6%, പ്ലാറ്റിനത്തിന്റെ തീരുവ 6.5% കുറച്ചു. ഇതാണ് വില കുറവിന് കാരണമാകുന്നത്. ചെറുകിട സംരംഭകർക്കുള്ള മുദ്രാ ലോൺ 20 ലക്ഷമാക്കി ഉയർത്തി. 10 ലക്ഷം രൂപയിൽ നിന്നാണ് 20 ലക്ഷമാക്കി മുദ്രാ ലോൺ പരിധി ഉയർത്തിയത്. The limit of Mudra loans will be enhanced to 20 lakh from the current 10 lakh for those entrepreneurs who have availed and successfully repaid previous loans under the Tarun category. അടുത്ത 5 വർഷത്തിനുള്ളിൽ 4.1 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. ഇതിനായി 2 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. Job creation in manufacturing. This scheme will incentivize additional employment in the manufacturing sector linked to the employment of first-time employees. An incentive will be provided at specified scale directly both to the employee and the employer with respect to their EPFO contribution in the first 4 years of employment. The scheme is expected to benefit 30 lakh youth entering employment and their employers. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉന്നത പഠനത്തിന് 10 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. തൊഴിൽ വൈദഗ്ധ്യത്തിനുള്ള വായ്പ 7.5 ലക്ഷമാക്കി ഉയർത്തിയതായും ബജറ്റിൽ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശിന് പ്രത്യേക സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ബജറ്റ്. തലസ്ഥാന വികസനത്തിന് 15,000 കോടി രൂപയുടെ പാക്കേജാണ് ആന്ധ്രയ്ക്കായി പ്രഖ്യാപിച്ചത്. Government has made concerted efforts to fulfill the commitments in Andhra Pradesh Reorganization Act. Recognizing
recognizing the state's need for the capital, recognizing the state's need for a capital, we will facilitate special financial support through multilateral development agencies. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിന് വാരിക്കോരി നൽകിയിട്ടുണ്ട് ബജറ്റിൽ. ദേശീയപാത വികസനത്തിനായി 26,000 കോടി രൂപയാണ് ബീഹാറിനായി ബജറ്റിൽ അനുവദിച്ചത്. പട്ന, പൂർണിയ, ബക്സർ, ഭാഗൽപൂർ, ബോധ്ഗയ, വൈശാലി ഉൾപ്പെടെ 4 എക്സ്പ്രസ് പാതകളാണ് ബീഹാറിനായി പ്രഖ്യാപിച്ചത്. പുതിയ മെഡിക്കൽ കോളേജുകൾ, വിമാനത്താവളങ്ങൾ, 21,400 കോടി ചെലവിൽ ഊർജ്ജ പ്ലാന്റ് തുടങ്ങിയവയും ബീഹാറിനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാറിന് വെള്ളപ്പൊക്കം നേരിടാൻ സഹായം 11,000 കോടി രൂപയാണ് ബീഹാറിന് ഇതിനായി അനുവദിച്ചത്. അസമിനും സിക്കിമിനും വെള്ളപ്പൊക്കം നേരിടാൻ തുക വകയിരുത്തിയിട്ടുണ്ട്. ക്യാൻസർ മരുന്നുകൾക്ക് വില കുറയും. 3 ക്യാൻസർ മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയതായി ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചു. നിതീഷ് നായിഡു ബജറ്റ് എന്ന വിമർശനവുമായി NK പ്രേമചന്ദ്രൻ MP. സങ്കുചിത രാഷ്ട്രീയ താൽപര്യമാണ് ബജറ്റിൽ വ്യക്തമാകുന്നതെന്നാണ് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ മുന്നണി MPമാരുടെ പ്രതികരണം. കേരളത്തിന്റെ പേര് പോലും ബജറ്റിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല എന്ന ആരോപണമുണ്ട്. സുരേഷ് ഗോപി നേരത്തെ പ്രഖ്യാപിച്ച എയിംസ് എവിടെയാണെന്നും MPമാർ ചോദിച്ചു. കേരളത്തിൽ നിന്നൊരു പാർലമെന്റ് അംഗത്തെ കൊടുത്താൽ കേരളം വികസിത സംസ്ഥാനമായി മാറുമെന്നും കേന്ദ്രത്തിൽ നിന്ന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള പ്രസ്താവനയോടുകൂടി തൃശ്ശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് ശ്രീ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ പേരൊന്ന് ബഡ്ജറ്റിൽ പരാമർശിക്കാൻ ഒരു സ്ഥലത്ത് പോലും പരാമർശിക്കാൻ പോലും തയ്യാറായില്ല. തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയ പ്രേരിതമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അത് ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലാണ്. രാജ്യത്തിന്റെ പൊതു സ്വഭാവം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റല്ല, തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കേരളത്തോടുള്ള കനത്ത വിവേചനം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ കേവല പരാമർശം പോലും ഇല്ലാത്തത്. It's an underwhelming budget. I didn't hear anything about the key issues facing the common people of our country. There was no mention of Manrega. There was no mention or insufficient mention. കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ഒരു ബഡ്ജറ്റാണ്. കേരളത്തിലെ കൃഷിക്കാർക്ക് ലഭിക്കേണ്ട 25,000 സബ്സിഡി പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ച് ഈ ബഡ്ജറ്റിൽ ഒന്നുമില്ല. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്